ഹായ് ഗായ്സ്, നല്ല കളക്ഷൻസ് ഉണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ ഞാൻ എൻ്റെ ജ്വല്ലറി കളക്ഷൻ പാർട്ട് 2 ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, ഇന്നലെ കമ്മലായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ കമ്മലായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ ഞാൻ എൻ്റെ കുറച്ച് സെറ്റായിട്ടുള്ള മാലയും കമ്മലും, ഓൾമോസ്റ്റ് സാരീസിനൊക്കെ ഇടാൻ പറ്റുന്ന കമ്മലും മാലയും കാണിക്കാമെന്ന് വെച്ചു. സോ ഇന്നലെ എനിക്കെല്ലാം ഡിസോർഡർ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഓരോന്ന് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊട്ടും പ്രതീക്ഷിക്കാതെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് കുറച്ചൊരു അതിന് ചില ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ടൈം ലാഗ് ഉണ്ടായിരുന്നു വീഡിയോന്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം സെറ്റാക്കി വെക്കാം. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇന്ന് ആ ലാഗ് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. സോ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ മെയിനായിട്ട് ഈ കല്യാണത്തിനൊക്കെ സാരീൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന മാല, കമ്മൽ, ഫുൾ സെറ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഞാൻ റീസെൻ്റ് ആയിട്ട് മേടിച്ചൊരു സാധനമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട്. അവളുടെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ് എൻ്റെ സാരിയുടെ ബോർഡറിൻ്റെ കളർ. സോ ഇതാണ് മാല. നല്ലയില്ലേ? എനിക്കിതിൻ്റെ ഭംഗിയുണ്ട്, ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ മേജറായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് 2 സൈഡാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റേ സൈഡ് ഗ്രീൻ കളറാണ്. റേറ്റ് ജസ്റ്റ് 500 ആയിരുന്നു. എനിക്ക് റിഡക്ഷനും കൂടി കഴിഞ്ഞാൽ അവർ 470 തന്നു. പക്ഷേ 470 ഇത് നല്ല വേർത്താണെന്ന് തോന്നി. സോ ഇത് ഞാൻ മേടിച്ചത് ഒരു കിട്ലം ഷോപ്പുണ്ട്, തളാപ്പാണെന്ന് തോന്നുന്നു എക്സാക്ട് ലൊക്കേഷൻ. ഏർത്ത്ലി ഹെവൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറേ ഐറ്റംസ് ഉണ്ട്. അവർക്ക് ആൻറ്റിക് കളക്ഷൻസ് ഒരുപാടുണ്ട്. ഇതും ഇതിൻ്റെ ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ കൂടി അവിടെ ഉണ്ടായിരുന്നു. സോ ഇത് എൻ്റെ സാരിയുടെ കളർ ഇതായതുകൊണ്ട് ഞാനിതെടുത്ത് വന്നു. സോ ഇതിന് പെയറായിട്ട് കമ്മലും കൂടി ഉണ്ട്. കമ്മൽ ഞാൻ എടുത്ത് കാണിക്കണം. ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. സോ ഇതാണ് അതിൻ്റെ പെയറായിട്ടുള്ള കമ്മൽ. സിമ്പിളായിട്ട് ഒരു ക്യൂട്ട് കമ്മല. മാല കുറച്ച് ഹെവി ആകുമ്പം കമ്മൽ ചെറുതായ കുഴപ്പമില്ല. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഇതിൻ്റെ അണ്ടറിലുള്ള ഈ വൈറ്റ് സ്റ്റോൺസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും കൂടി ഇട്ട് കാണിക്കണം. സോ ഇതാണ് മൊത്തത്തിൻ്റെ സെറ്റ്. നല്ലല്ലേ? ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഗ്രീനിന് പറ്റിയൊരു സെയിം സാധനം തന്നെ ഗ്രീൻ സ്റ്റോണിലായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് മാല. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട് പറഞ്ഞാൽ. സോ അതിനു വേണ്ടി ഇടാൻ നിൽക്കും. ഇനി ഇതേ സെയിം സാധനം, ഇതിനിപ്പോൾ അത്യാവശ്യം വലിയ മുത്തല്ലേ. ഇതിൻ്റെ ചെറിയ മുത്ത് ഞാൻ ചെന്നൈയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മേടിച്ചതാണ്. ഒരു മാങ്ങ ഡിസൈനാണ്. അയ്യോ, ഫോക്കസ് ആവുന്നുണ്ടോ? ഇതും 2 ഷെയ്ഡ്, ഡബിൾ ഷെയ്ഡാണ്. അതായത് ഒരു ഭാഗം ഗ്രീനും മറ്റേ ഭാഗം ബോത്ത് പിങ്ക് അല്ല, മെറൂണും അല്ല, ഒരു സെയിം ഷെയ്ഡ് തന്നെയാന്ന് തോന്നുന്നു. പിങ്കും പച്ചയും ചേർന്നിട്ടുള്ളൊരു. ഇതിന് സെയിം കമ്മൽ പെയർ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡബിൾ ഷെയ്ഡിനിടാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് കമ്മൽ കാണുന്നു. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇടാൻ വെച്ച് നിൽക്കുന്നതാണ്. സോ ഇതിൻ്റെ കമ്മലാണ്. ഒരു കമ്മൽ മാത്രം ഇട്ട് കാണിക്കാം. സെയിം മാല കുറച്ച് ഹെവി ആകുമ്പോൾ കമ്മൽ കുറച്ച് ചെറുതായ കുഴപ്പമില്ല. സോ ഇതാണ് ഇതിൻ്റെ കമ്മൽ. സിമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ കാണുന്നത്. ഇത് അമ്മ റീസെൻ്റായിട്ട് ഓണത്തിൻ്റെ ടൈം മീഷോന്ന് മേടിച്ചതാണ്. ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് 300-400 സംതിങ് റേഞ്ച്. അപ്പോൾ ഇതാണ് മാല. സോ ഇതിനും പെയർ ഒരു ജുംക്കയുണ്ട്. അയ്യോ, ഒന്നും കിട്ടുന്നില്ല.
നല്ല എന്താ പറയുക കസവ് സാരിയോ അല്ലെങ്കിൽ സാരീൻ്റെ കൂടെ മെയിനായിട്ട് ഇതൊക്കെ പോകും ഫുൾ സെറ്റായിട്ടുള്ളത്. കസവ് ഓണത്തിന് മേടിച്ചതാണ്, പക്ഷെ ഇടാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. സോറി ഗൈസ്, കുറച്ച് ടൈറ്റാണ്, ഇത്ര ടൈം എടുക്കുന്നത്. സോ ഇതാണ് എൻ്റെ തേർഡ് സെറ്റ്. ഇത് ആക്ച്വലി അമ്മ മേടിച്ച, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അമ്മ മേടിച്ചാലും ഞാൻ മേടിച്ചാലും രണ്ടാളും യൂസ് ചെയ്യും. ഇത് ഞാൻ എന്നെപ്പം മേടിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് തന്നെ കണ്ണൂർ സെക്യൂർ അമൗണ്ട് മേടിച്ചത്. അത്യാവശ്യം ലൈക്ക് 500 സംതിങ് റേഞ്ച് ആണെന്ന് തോന്നുന്നത്, ഇത് ഓർമ്മ കിട്ടുന്നില്ല. ഇതാണ് മാല. കമ്മലെടുക്കുമ്പോൾ എളുപ്പത്തിൽ മാറിയിട്ട്. സോ ഇത് സെയിം സാരീൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ കമ്മൽ സെയിം ഒരു ക്യൂട്ട് കുട്ടിക്കമ്മൽ. സോറി ഗൈസ്, അപ്പോൾ നേരത്തെ ചെറിയൊരു ബ്രേക്ക് വേണ്ടി വന്നു. ഒരാവശ്യത്തിന് അമ്മ താഴേക്ക് വിളിച്ചു. സോ നമുക്ക് നമ്മളെ മാല കളക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇത് ഞാൻ മീഷോ തന്നെ മേടിച്ചത്. ഇത് മീഷോയിൽ ഒരുപാടുണ്ട്, പക്ഷേ ഒരു 120, 130 റേഞ്ചിൽ ഇതിൻ്റെ പല കളറുകളുണ്ട് അവൈലബിൾ. റെഡ്, യെല്ലോ, ബ്ലൂ, ഓൾമോസ്റ്റ് ഓൾ കളേഴ്സ് ഇതിൻ്റെ ഉണ്ട്. സോ ചോക്കർ ടൈപ്പ്. ഇത് സാരീനോട് മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ കൂടി പെയർ ചെയ്യാം. ഇതിനൊരു കുഞ്ഞു കമ്മൽ കാണുന്നത്. സോ ദിസ് ഈസ് ദ കമ്മൽ. ഓക്കെ. പൊതുവെ കമ്മൽ കളക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാലയോട് വലിയ കമ്പമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകിൽ ഹെവി കമ്മലായിരിക്കും അധികം മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുക. അപ്പം എനിക്ക് മാല ഇടേണ്ട ആവശ്യം വരില്ലല്ലോ. പക്ഷെ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും സാരിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ സെറ്റായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും മേടിച്ചാലേ. ഇത് ഒരു ഡയമണ്ട് ഒന്നല്ല, അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന്. ഞങ്ങളുടെ നാട്ടിലെ ശോഭിക എന്ന് പറഞ്ഞൊരു കടയിൽ മേടിച്ച. സോ ഇത് ഇതിന് 1000 സംതിങ് ഉണ്ട് തോന്നും. ഇതാണ് അതിൻ്റെ കമ്മൽ. ഇപ്പം റിസപ്ഷൻ ടൈപ്പ് മെറ്റീരിയൽസാണ്. വെള്ളങ്ങളില്ലേ, ഇതൊക്കെ രാവിലെ ഇട്ട് പോലെ അത്ര വലിയതുണ്ടാവില്ല, പക്ഷെ രാത്രി പാർട്ടി പരിപാടിക്കാണെങ്കിൽ സെറ്റാണ്, പൊളിക്കാൻ പറ്റിയിട്ട. പിന്നെ ഉള്ളത് ഇത് ഞാൻ സാധാ ഒരു ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു 10 രൂപയുടെ കടയുണ്ട്. എന്ന് വെച്ചാൽ ഇതിന് 10 അല്ല, അവിടെ എല്ലാം അത്യാവശ്യം റേറ്റ് കുറവാണ്. സോ ഇത് ചെറിയ പൊട്ടിയിട്ടുണ്ട്, ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. സോ ഇത് 150 സംതിങ് റേഞ്ചിലുള്ള ഒരു മാല. ഇതിൻ്റെ കമ്മൽ എനിക്കിഷ്ടമായി. ഇതിൻ്റെ കമ്മലാണ് ഞാൻ മോസ്റ്റ്ലി ഇടാറ് മാലേനേക്കാളും. പക്ഷെ ഇതിൻ്റെ കമ്മലും കൂടി ഹെവി ആയതുകൊണ്ട് ഈ മാല ഇടണം എന്ന് തോന്നാറില്ല എനിക്ക്. സോ ഇതിൻ്റെ കമ്മൽ ഒരു കമ്മൽ താഴെ വീണു. അയ്യോ, ആക്ച്വലി ഇത് മൊത്തത്തിലൊരു ഹെവി ലുക്കല്ലേ, അത് കമ്മൽ ഹെവി ആയതുകൊണ്ടാണ്. സോറി ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയ ദിവസമല്ലാന്ന് തോന്നുന്നു. ലൈക്ക് ഞാൻ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകേണ്ടി വരും. സോ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കാം. അത്രയേ ഉള്ളൂ. കമ്മലിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാലയുടെ കളക്ഷൻ വളരെ കുറവാണ്. പക്ഷേ പെയറല്ലാത്ത സെറ്റല്ലാത്ത മാലകൾ ഇനിയുണ്ട്. പക്ഷേ ഇത്രമാത്രം ഞാൻ കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. ബൈ.